പ്രിയമുള്ളവരെ, നല്ലൊരു 33 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കൽപ്പറ്റ മേപ്പാട് റൂട്ടിലായിട്ടാണ് അതിമനോഹരമായിട്ടുള്ള ഈ 33 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത്. അതും ചെമ്പ്ര പീക്കിന്റെ 360 ഡിഗ്രി വ്യൂ ലഭിക്കുന്ന ഒരു അഡാറ് സൈറ്റാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം, ഇതിന്റെ അടുത്തൊക്കെ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണുള്ളത്. ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള 360 ഡിഗ്രി വ്യൂ ലഭിക്കുന്ന ഒരു അഡാറ് സൈറ്റാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗംഭീര സൈറ്റ്, ഒരു സൂപ്പർ സൈറ്റ്. ചെമ്പ്ര പീക്കിന്റെ അവിടെ ചെമ്പ്രമലയുടെ താഴ്വാരത്ത് കോടമഞ്ഞ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കേട്ടോ. കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ കാഴ്ചയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ കഴിയുന്നത്. ആ കാണുന്നത് ചെമ്പ്രമലയാണ് ആ കാണുന്നത്. ചെമ്പ്രമല അട്ടാറ് സൈറ്റ്. ചെമ്പ്രമല കൂടാണ്ട് മുട്ടിൽമലയുടെ വ്യൂ വരെ നല്ല രീതിയിൽ കാണുവാൻ കഴിയുന്ന ഒരു സൂപ്പർ സൈറ്റാണിത്. സൂപ്പർ സൈറ്റ്. റിസോർട്ടിനും ഹോം സ്റ്റേക്കും പറ്റിയ ഒരു അട്ടാറ് സൈറ്റ് തന്നെയാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തെ ജലലഭ്യതയ്ക്ക് വേണ്ടി ഇവരൊരു ബോർവെല്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബോർവെല്. അത് നല്ലൊരു ഷെഡൊക്കെ ഉണ്ടാക്കി എന്താ പറയുക, മോട്ടറും കാര്യങ്ങളും അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു സൂപ്പർ സൈറ്റ്. കമ്പിവേലിയൊക്കെ ഇട്ട് ഭംഗിയാക്കി ഇട്ടിരിക്കുന്ന ഒരു 33 സെന്റ് സ്ഥലമാണ്. സൂപ്പർ സ്ഥലമാണ്, ഒരു ഗംഭീര സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. നല്ലൊരു വ്യൂ ലഭിക്കുന്ന ഒരു അഡാറ് സൈറ്റ് തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്തിന് ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഒരു സെന്റിന് 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ. ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ്. ഈ പറയുന്ന വില കുറയുന്നതാണ്. അപ്പൊ ആവശ്യമുള്ള റിസോർട്ടും ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ അവർ എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി. സൂപ്പർ സ്ഥലമാണ്, അട്ടാറ് സ്ഥലമാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.